ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈ ഒരു നെയിം ഹൂപ്പ് മേക്കിംഗ് ആണ്. മുന്നേ ചെയ്തിട്ട് അതിനൊരു വർക്ക് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. വീഡിയോ ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ആദ്യം തന്നെ ഇതിലേക്ക് ഈ ഒരു ഹൂപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിട്ട് 12 ഇഞ്ച് ആയിരുന്നു കേട്ടോ. ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന വർക്ക് 10 ഇഞ്ചിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പിൽ അല്ലെങ്കിൽ സ്റ്റേഷനറി കിട്ടുന്ന ഷോപ്പിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ ഇതിനെ ഇതേപോലെ വേർതിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഈ ഒരു ഓഫ് വൈറ്റ് നെറ്റാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. 1 മീറ്റർ നെറ്റ് വാങ്ങിച്ചിട്ടായിരുന്നു കേട്ടോ 2 ഹൂപ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്കൊന്ന് ചെയ്യാൻ ഒരു 1/2 മീറ്ററിൻ്റെ ഒക്കെ ആവശ്യമേ വരുന്നുള്ളൂ കേട്ടോ. ശരിക്കും 1/2 മീറ്ററിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. പിന്നെ നമ്മളിതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാൻ നമുക്ക് ഒരു 1/2 മീറ്ററൊക്കെ എടുക്കേണ്ടി വരുമേ. പിന്നെ നെറ്റ് ഇതിലേക്ക് നല്ലോണം കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു റൗണ്ട് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു റൗണ്ട് ഇട്ടതിന് ശേഷം ഇതിൻ്റെ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ നെറ്റൊന്ന് നല്ലോണം വലിച്ച് ടൈറ്റ് ആക്കേണ്ടതുണ്ട്. സ്ക്രൂ നല്ലോണം ടൈറ്റ് ചെയ്തിട്ട് തന്നെ കൊടുക്കണേ. പിന്നെ ഇതിൻ്റെ നെറ്റും നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കുന്ന ടൈമിന് സ്ക്രൂ പിന്നെയും ലൂസാവും കേട്ടോ. അപ്പോൾ അത് പിന്നെയും ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇതിന് നെറ്റൊക്കെ നല്ല ടൈറ്റാക്കി വലിച്ചതിന് ശേഷം ഇതിൽ എക്സസ് ആയിട്ടുള്ള നെറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണേ. ഈ ഒരു നെറ്റ് വന്നിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നെറ്റ് തന്നെയായിരുന്നു കേട്ടോ. ക്ലോത്തിങ് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന സെയിം നെറ്റ് തന്നെയാണ് കേട്ടോ. നെറ്റ് നല്ലോണം ടൈറ്റ് എടുത്തുകൊണ്ടാണ് കേട്ടോ ഇത്രയും നീറ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ഫ്ലവേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ 12 ഇഞ്ചിൻ്റെ ഹൂപ്പ് എടുത്ത കാരണം അത്യാവശ്യം ഫ്ലവേഴ്സൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു 4ഓളം ബഞ്ചസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെച്ച് നോക്കിയിട്ട് ആവശ്യമുള്ളത് എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ എടുത്തതായിരുന്നു കേട്ടോ. പിന്നെ ഈ ബഞ്ചസ് നിന്നൊക്കെ ഫ്ലവേഴ്സൊക്കെ വേർതിരിച്ചെടുത്തിട്ട് അങ്ങനെ ഇതിലേക്ക് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് കേട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ബഞ്ചിൽ നിന്ന് ഫ്ലവർ വേർതിരിച്ചെടുക്കുമ്പോൾ നല്ലോണം കരുതിയിട്ട് വേണം കേട്ടോ എടുക്കാൻ. ചില സമയത്ത് അത് ഫ്ലവർ മോശമാവാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ സ്റ്റമ്മിൽ ഗമ്മൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വലിക്കുന്ന ടൈമിന് അതൊന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പോരാനും ചാൻസ് ഉണ്ട് കേട്ടോ. ഓരോ ബഞ്ചുമേലുള്ളതും അത്യാവശ്യം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഈ ഒരു ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെന്താ പറയാമെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതൊക്കെ ഒരു ഫ്ലവർ ബഞ്ചിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ നമുക്ക്. ഞാൻ കുറച്ച് ലീവ്സും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ലീഫ് വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. കാരണം ഞാൻ ആദ്യം ചെയ്ത വർക്കിൽ ഫ്ലവർ വെച്ചതിന് ശേഷമായിരുന്നു കേട്ടോ ലീഫ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് അതിനെന്തോ ഒരു പെർഫെക്ഷൻ കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ അതൊന്ന് മാറ്റിയെടുത്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ളത്. ഓരോ ലീഫിലും അത്യാവശ്യം ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ. ഞാനെടുക്കുന്ന വീഡിയോസിനൊക്കെ ഇപ്പോൾ ഭയങ്കര ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്യുന്ന ടൈമിനാണ് അത് ശ്രദ്ധിക്കുന്നത്. എന്താണെന്നറിയില്ല, എനിക്ക് തോന്നുന്നു ക്യാമറ വെച്ചതിൻ്റെ ആംഗിളിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഗ്ലൂ ഗണ്ണ് അത്യാവശ്യം ഇട്ടാലുള്ളൂ കേട്ടോ അത് ഹൂപ്പുമെന്ന് ഇളകി പോരാണ്ടിരിക്കുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഒപ്പിച്ചിട്ടൊന്നും ഗ്ലൂ ഗണ്ണ് വെച്ച് കൊടുക്കരുത് കേട്ടോ. നല്ലോണം തിക്കായിട്ട് തന്നെ ഗ്ലൂ ഗണ്ണ് ഇട്ട് കൊടുക്കണേ. ഓരോ ലീഫിലും ഗ്ലൂ ഗണ്ണ് വെച്ചതിന് ശേഷം ഇതായിരുന്നു കേട്ടോ ഫൈനലായിട്ട് വന്നിട്ടുണ്ടായിന്. ഇനി ഈ ഓരോ ലീഫിൻ്റെ മുകളിലോട്ടും ഓരോരോ ഫ്ലവേഴ്സായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നല്ലോണം ഗ്ലൂ ഗണ്ണാക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഫ്ലവർ നമ്മൾ ഓരോന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കുക കേട്ടോ. എങ്ങനെ വെക്കുമ്പോഴാണ് ഭംഗിയെന്ന് നോക്കിയിട്ട് വേണേൽ ഓരോന്ന് വെച്ച് കൊടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ ഒരു 2-3 കളേഴ്സിലുള്ള ഫ്ലവറാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഓഫ് വൈറ്റ് നെറ്റായതിനെ കൊണ്ട് ഒരു ഓഫ് വൈറ്റിനോട് ചേർന്നിട്ടുള്ള ഒരു ഫ്ലവറും പിന്നെ പിങ്ക് കളറിലുള്ള ഫ്ലവർ ഇതൊക്കെ നോക്കിയിട്ടായിരുന്നു കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് കളേഴ്സിലുള്ള നെറ്റും യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് മാച്ചായിട്ടുള്ള ഫ്ലവേഴ്സും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഓരോ ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ടും എവിടെയാണ് നമുക്കൊരു ഫില്ലായിട്ട് നിൽക്കാത്തതെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഈ ചെറിയ ഫ്ലവേഴ്സുകളൊന്ന് വെച്ച് കൊടുത്തിട്ട് ഫില്ല് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ഫ്ലവേഴ്സും വലിയ ഫ്ലവേഴ്സും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് വെക്കുന്നത്. പിന്നെ ഈ ഒരു സംഭവങ്ങളും കൂടെ ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഇതേപോലെ തന്നെ നല്ലോണം നോക്കിയിട്ടും നല്ല വൃത്തിക്കാക്കിയിട്ട് വേണം കേട്ടോ വെക്കാൻ. എന്നിട്ട് ഒരു ചെറിയൊരറ്റം മാത്രം പുറത്തോട്ട് കണ്ടാൽ മതി, ബാക്കിയൊക്കെ ഉള്ളിലോട്ട് പോയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഗമ്മിട്ട് വെക്കുന്ന ഈ ഒരു ഗ്ലൂ ഗണ്ണിട്ട് വെക്കുന്ന കാരണം അത്യാവശ്യം തിക്കായിട്ട് വെച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കിനും ഇതേപോലെ എവിടെ വെച്ചിട്ടാണ് ഭംഗി നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അപ്പം ഞാൻ ചെയ്തെടുത്തതിൻ്റെ ഈ ഒരു ഫൈനൽ ലുക്ക് ഇങ്ങനെ ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഹൂപ്പ് മുഴുവൻ കവർ ചെയ്യണമെന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്യട്ടെ. പക്ഷേ ഒന്നും കൂടെ ഭംഗി ഇതായിരുന്നു. പിന്നെ ഈ ഒരു നെയിം കട്ടിങ് എങ്ങനെയാണ് കേട്ടോ വന്നത്. ഇപ്പം ഞാനത് കസ്റ്റമൈസായിട്ട് ചെയ്യിപ്പിച്ചെടുത്താണ് കേട്ടോ. ഹൂപ്പിൻ്റെ സൈസ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ആക്രിലിക്കിൻ്റെ കട്ടൗട്ടിൻ്റെ സൈസ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്.
ഹോപ്പിൻ്റെ സൈസിനേക്കാളും 2.5 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ചൊക്കെ കുറച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ഒരു ആക്രിലിക് കട്ടൗട്ട് ചെയ്തെടുക്കാൻ. ഞാനത് നിയർ ബൈ ആയിട്ടുള്ള ഷോപ്പിൽ നിന്ന് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ എനിക്കിതവർ കറക്റ്റ് തന്നെ ചെയ്തെടുത്തുന്നുണ്ട്. ഇനി ഒരു കട്ടൗട്ടിൻ്റെ ബാക്കിൽ ഞാൻ B7000 എന്നുള്ള ഗമ്മ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഈ ഒരു ഗമ്മ് നല്ലോണം തിക്കായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നമ്മൾ നെറ്റിൽ കൊടുക്കുന്ന ടൈമിനകത്ത് പുറത്തോട്ട് തള്ളിയിട്ട് ആകെ നാശമായി പോകാൻ ചാൻസ് ഉണ്ട്. ഗമ്മിട്ടതിന് ശേഷം നല്ലോണം കെയർ ചെയ്തിട്ട് വേണം കേട്ടോ നെറ്റിലോട്ട് വെച്ച് കൊടുക്കാൻ. ഗമ്മ വെച്ചതിന് ശേഷം പിന്നെ അത് അവിടെ നിന്ന് ഇളക്കിയെടുക്കരുത് കേട്ടോ. കാരണം നെറ്റ് ആകെ നാശമായി പോവും. പിന്നെ നമ്മൾ അത്രയും നേരം ചെയ്ത വർക്കൊക്കെ വെറുതെ ആയി പോവും കേട്ടോ. ഇതെനിക്ക് ഒരു ആനിവേഴ്സറിക്ക് വന്ന വർക്കായിരുന്നു കേട്ടോ. അവർക്ക് അവരുടെ റൂമിൽ ഹാങ് ചെയ്ത് വെക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് അത്യാവശ്യം സൈസിൽ തന്നെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി ഒരു ബീഡ്സും കൂടെ ഇതിലേക്ക് സെയിം ഗ്ലൂ വെച്ചിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫൈനലി ഇതായിരുന്നു കേട്ടോ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വന്നപ്പോൾ ഒരു ലുക്ക്. ഇന്നത് ഹാങ് ചെയ്യാനുള്ളൊരു ത്രെഡും കൂടി വെച്ചെടുക്കാനുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ മാക്രമേ കോഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഒരു ചെറിയ പീസ് എടുത്തിട്ടാണ് ഞാനിതിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഇതേപോലെ ഞാൻ സ്ക്രൂ വരുന്ന സ്ഥലത്ത് തന്നെ ഈ ഒരു കോഡ് വെച്ചിട്ട് നല്ലോണം ഗ്ലൂ ഗൺ വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഹാങ്ങിങ് കൂടെ വെച്ചപ്പോൾ ഫൈനലി ഇങ്ങനെ ആയിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ആക്രിലിക് ഷീറ്റിൻ്റെ മുകളിലുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് പീൽ ചെയ്തെടുക്കാനുണ്ട്. ഈ ഒരു സംഭവം നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ ഗ്ലൂവും ഗ്ലൂ ഗണ്ണൊക്കെ വെച്ചിട്ടാണല്ലോ ഇതിൽ ഓരോന്നും അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മളെ കയ്യിലൊക്കെ അത് തട്ടിയിട്ട് അതിൻ്റെ ആ ഒരു പശ ഇതിൻ്റെ മുകളിൽ അയക്കുകയാണെങ്കിൽ ഈ ഒരു ആക്രിലിക് ഷീറ്റ് ആകെ മോശമായി പോകും കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഏറ്റവും ലാസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അങ്ങനെ ഇതാ മൊത്തത്തിലുള്ള വർക്ക് കഴിഞ്ഞിട്ട് ഇതായിരുന്നു കേട്ടോ ഫൈനലൊക്കെ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.